ഒരു അധ്യാപകൻ ചോദിച്ച സംശയത്തിന് ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ അധ്യാപകർ മാത്രമല്ല, മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന നമ്മളിൽ പലരും ഫേസ് ചെയ്ത് കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ ഇടയുള്ള ഒരു സിറ്റുവേഷന് സൊല്യൂഷൻ കൂടിയാണിത്. ഇനി എന്താണ് ഈ പറഞ്ഞ അധ്യാപകന്റെ ആവശ്യം എന്നതും എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത്. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ പങ്കെടുത്ത കാൻഡിഡേറ്റ്സിൻ്റെ പേരുകൾ, അടുത്ത 5 കോളങ്ങളിൽ ഈ കാൻഡിഡേറ്റ്സ് ഓരോരുത്തരും അവരുടെ 5 പരീക്ഷകൾക്ക് നേടിയ സ്കോറുകൾ. ഈ 5 പരീക്ഷകളിൽ ഏറ്റവും കുറഞ്ഞത് 3 പരീക്ഷകൾക്കെങ്കിലും 60 60-ൽ കൂടുതലോ സ്കോർ നേടിയ ആളുകൾ മാത്രമാണ് പാസ്സാവുക. ബാക്കിയുള്ളവർ റിജക്റ്റ് ചെയ്യപ്പെടും. ഇനി ഒരു എക്സൽ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് പാസ്സായതും ഫെയിലായതുമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്കറിയേണ്ടത് ഓരോ കാൻഡിഡേറ്റും എത്ര പരീക്ഷകൾക്ക് 60 60-ൽ കൂടുതലോ മാർക്ക് നേടിയെന്നുള്ളതാണ്. ഉദാഹരണത്തിന് പീറ്റർ എന്ന കാൻഡിഡേറ്റ് എത്ര പരീക്ഷകൾക്ക് 60 60-ൽ കൂടുതലോ മാർക്കുകൾ നേടിയെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ട് ഇഫ് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. ഇവിടെ നമുക്ക് അറിയേണ്ടത് 60 60-ന് മുകളിലോ ഉള്ള സംഖ്യകളുടെ എണ്ണമാണ്. അതായത് കണ്ടീഷൻ എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. ഡബിൾ കോട്ട്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോമുല 3 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇവിടെ നോക്കിയാൽ കാണാം പീറ്റർ 3 പരീക്ഷകൾക്ക് 60-ൽ കൂടുതൽ മാർക്ക് നേടിയിട്ടുണ്ട്. ഇനി ഇതിലൊരു സ്കോർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, 45 ആക്കുന്നു. നോക്കുക, അതിനനുസരിച്ച് ഫോമുല റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഫോമുല താഴേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ കാൻഡിഡേറ്റും എത്ര പരീക്ഷകൾക്ക് 60 60-ൽ കൂടുതലോ സ്കോർ നേടിയെന്നുള്ള കൗണ്ട് കിട്ടും. ലിസ എന്ന കാൻഡിഡേറ്റിൻ്റെ സ്കോർ നോക്കുക. 2 പരീക്ഷകൾക്കാണ് ലിസ 60-ൽ കൂടുതൽ സ്കോർ ചെയ്തത്. ഇനി ഈ ഫോമുല ഇഫ് ഫംഗ്ഷനുള്ളിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കാൻഡിഡേറ്റും പാസ്സായോ ഫെയിലായോ എന്നുള്ളത് കണ്ടെത്തുന്നത്. അതിനുവേണ്ടി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. ഇവിടെ തൊട്ടു മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോമുല ഉപയോഗിക്കുക. കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ട് ഇഫ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ് ക്രൈറ്റീരിയ, ഡബിൾ കോട്ട്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് ഈ കൗണ്ട് 3 3-നേക്കാൾ മുകളിലോ ആണോ എന്നുള്ളതാണ്. അതിനുവേണ്ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ, അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിനർത്ഥം ഈ കാൻഡിഡേറ്റ് പാസ്സായെന്നുള്ളതാണ്. ഡബിൾ കോട്ട്സ് പാസ് ഡബിൾ കോട്ട്സ്, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ഫോൾസ്. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിനർത്ഥം ഈ കാൻഡിഡേറ്റ് 3 പരീക്ഷകൾക്ക് മിനിമം സ്കോർ നേടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കാൻഡിഡേറ്റ് ഫെയിൽ ആയെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് ഫെയിൽ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഇവിടെ പീറ്ററിന് നേരെ ഫെയിൽ എന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. കാരണം പീറ്ററിന് 2 പരീക്ഷകൾക്ക് മാത്രമാണ് 60-ൽ കൂടുതൽ മാർക്കുള്ളത്. ഇവിടെയുള്ളൊരു സ്കോർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, 75 ആക്കുന്നു. നോക്കുക, റിസൾട്ട് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ഓരോ കാൻഡിഡേറ്റ് നേടിയ സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന റിസൾട്ട് വന്നു. സ്റ്റീവിൻ്റെ റിസൾട്ട് നോക്കുക. ഇദ്ദേഹം 2 പരീക്ഷകൾക്ക് മാത്രമാണ് 60-ൽ കൂടുതൽ സ്കോർ ചെയ്തത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഫെയിലാണ്. ഒരു സ്കോർ മോഡിഫൈ ചെയ്യുന്നു, 68. നോക്കുക, റിസൾട്ട് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ കാണുന്നവയിൽ ഫെയിൽ എന്ന റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സെല്ലുകളെ ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, ഈക്വൽ ടു, ഇവിടെ ഫെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു സ്കോർ ചേഞ്ച് ചെയ്യുന്നു, 69. നോക്കുക, റിസൾട്ട് മാറി പാസ്സായി, ലൈറ്റ് റെഡ് കളർ മാറിയത് കാണാം.
വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളിൽ പലരും ഫേസ് ചെയ്ത് കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ ഇടയുള്ള ഒരു സിറ്റുവേഷനാണിത്. എന്നാൽ അത്തരം സിറ്റുവേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതുപോലെയുള്ള സൊല്യൂഷൻസ് അവിടെ അപ്ലൈ ചെയ്യാവുന്നത് പ്രാക്ടീസ് കൊണ്ട് മാത്രം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. സോ വീഡിയോസ് കാണുന്നതിനോടൊപ്പം വീഡിയോസിൽ കാണുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.